ഹിസ്ബുല്ലയെ തീർക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണം പുതിയ തലത്തിലേക്ക് കടന്നതോടെ സമ്പൂർണ്ണ യുദ്ധം എന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ സുപ്രധാന കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഹിസ്ബുല്ലയുടെ റോക്കറ്റ് വിഭാഗം മേധാവിയായ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു എന്നാണ് ലബനനിലെ സുരക്ഷാ സംഘത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖുബൈസിയെ കൂടാതെ 6 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. 15 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ലബനനിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600-നടുത്തായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ലബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ടിലടക്കം ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയതോടെ മരണസംഖ്യ ഇനിയും ഉയരുകയാണ്. അതിനിടെയാണ് കരവഴിയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ നീക്കം ശക്തമാക്കി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതോടെയാണ് പശ്ചിമേഷ്യ പൂർണ്ണ യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന സംശയം ബലപ്പെടുന്നത്. ഇസ്രായേൽ കരയുദ്ധത്തിന് കൂടി മുതിർന്നാൽ ഹിസ്ബുല്ലയ്ക്കൊപ്പം ചേർന്ന് പ്രതിരോധിക്കുമെന്ന് ഇറാഖിലെ സായുധ സംഘങ്ങൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാനും പ്രതികരിച്ചിട്ടുണ്ട്. 1982 ഇസ്രായേൽ കരമാർഗം ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സമാനമായ രീതിയിൽ വീണ്ടും കരവഴി ഇസ്രായേലിന്റെ സൈനിക നീക്കമുണ്ടായാൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമെന്നത് ഉറപ്പാണ്. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന് കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ കരമാർഗം കൂടി ഇസ്രയേൽ നീങ്ങിയാൽ നേരിട്ട് രംഗത്തെത്തിയേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്ക കരുതലോടെയാണ് നീങ്ങുന്നത്. പൂർണ്ണ യുദ്ധ സാഹചര്യം മുൻകൂട്ടി കാണുന്ന അമേരിക്ക മേഖലയിൽ സൈനിക വിന്യാസം കൂട്ടിയതിന്റെ കാരണവും മറ്റൊന്നല്ല എന്നാണ് വിലയിരുത്തൽ. ലബനനിലെ US പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കണം എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. എങ്കിലും അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടായാൽ ആക്രമണം ശക്തമാക്കാൻ സജ്ജമാകാനാണ് അമേരിക്കയുടെ തീരുമാനമെന്നത് ഉറപ്പാണ്. അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600ഓളമായതോടെ ലബനനിൽ ഉടനീളം പരിഭ്രാന്തി ഉയരുകയാണ്. ജനങ്ങളുള്ളതെല്ലാം കെട്ടിപ്പറുക്കി പലായനം ചെയ്യുന്ന കാഴ്ചയാണ് ലബനിൽ നിന്ന് ഇപ്പോൾ കാണാനാകുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ബെയ്റൂട്ടിലേക്കുള്ള വിമാനങ്ങൾ വിവിധ രാജ്യങ്ങൾ റദ്ദാക്കി. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയത്.